നീ എന്റെ പ്രാണങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ അവന് തീരെ സുഖമില്ല. 4 ദിവസമായി ആലില പോലെ വിറക്കിയാണ്ടവൻ. ബോധമില്ലാതെ അവനെ ഏതെങ്കിലും ഒരു വൈദ്യനെ കാണിച്ച് ഔഷധസേവ നടത്തണം. ഇന്നൊരു ദിവസം ഇവന് പാലും റാഗിയും വാങ്ങി വെക്കണം. അവനെ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പോ. നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ ആവത്താണ്. വാസ്തവത്തോളം വരുന്നില്ല, എനിക്ക് മറ്റൊന്നും. ശരി, എനിക്ക് കുറച്ച് പണം തരാൻ പറയാമോ? വീരുവിന് പാല് വാങ്ങാനല്ല, സൂര്യന് മരുന്ന് വെക്കില്ല. പണം ഞാൻ നിനക്ക് പണം തന്ന? ഇല്ല, എന്റെ കയ്യിൽ പണമില്ല. എനിക്കാണ് ഇവിടെ വന്ന് ന്യായം പറയുന്നത്. എനിക്ക് ന്യായം പറയാം. വാസവത്തേക്ക് നൽകാനുള്ള പണം എന്റെ കയ്യിലുണ്ട്. എനിക്ക് പണം വേണ്ടല്ലോ. ഏത് തൊട്ട്? ഈ നിമിഷം തൊട്ട്. ഇത്രയും കാലം ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് പണമായിട്ടില്ല, നിന്റെ കുടുംബത്തിന്റെ ശാപമായി. വാസവത്ത എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എങ്കിൽ ആ പണം നിന്റെ ഭാര്യയ്ക്ക് നൽകും. ഇനിയൊന്നും വേണ്ടതാണ്. അവിടെ വരും, അവിടെ പോയി. അവന് നല്ല ജ്വരം ഉണ്ടായിരുന്നു. ജ്വരം മുറിച്ചിട്ടല്ലാതെ പോയത്. മരുന്നൊന്നും കൊടുക്കണം. ഒരു നേരം തന്നെ കൊടുത്തിരുന്നെങ്കിൽ ജീവിതം തീരും. കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ എന്റെ കുഞ്ഞും കുഞ്ഞുക്കെല്ലാം നല്ല സുഖമായി. കാര്യമില്ല, ഇനി വരില്ല. മനസ്സല്ലോ കൊണ്ടാക്കാനേ വേണ്ട ഒരച്ഛൻ ശവമടക്കില്ലേ? ഒരച്ഛന്റെ ബന്ധമില്ല. നീ എന്റെ ചില്ലത്തടിച്ചപ്പോഴോ, എന്നെ ആറ് പെണ്ണു കണ്ടവന്ന് വിളിച്ചപ്പോഴോ എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ദേഷ്യമില്ല. അറപ്പ അറപ്പ് പോയി ചത്തോടാ. ഞാൻ എന്റെ പ്രിയപ്പെട്ടതെല്ലാം നൽകും. കുടുംബം, കുട്ടികളുടെ അന്നം, മകന്റെ ജീവൻ എല്ലാം പോറ്റി വളർത്താൻ കഴിഞ്ഞില്ല. കുളിച്ചു മൂടാനെങ്കിലും ഞാനുണ്ടാകണം. അവർക്ക് പോലും ഞാൻ മറന്നു. ഒന്ന് കാണുകയും അച്ഛൻ കേസരി കൊണ്ടുവന്നിട്ടുണ്ടോ? നല്ല നെയ്യുള്ള കേസരി. കൊതിയമ്മ അച്ഛന്റെ പൊന്നെ, എന്റെ പ്രണയത്തിനിപ്പോൾ എന്റെ മകന്റെ പ്രാണന്റെ വില കൂടിയും അത് പറിച്ചെടുത്തവൻ, പറിച്ചു നൽകിയവൻ അനുഭവിക്കും. ഇനിമയം വരുന്നത് പ്രണയാതൊന്നായിട്ടല്ല, പ്രാണനെടുക്കാന്. നിന്റെയൊക്കെ പ്രാണനെടുക്കാൻ, പ്രാണനെടുക്കാൻ.
എന്റെ സ്ത്രീത്വമാണ് കരയുന്നത്. എന്റെ പ്രണയം മയനോടോ ഷെട്ടിയോടോ അല്ല, ഉപഭുക്തനോടാണ്. ഈ ശാപങ്ങളിൽ നിന്നും മഹാസങ്കടങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ ഉപഭുക്തനെ കഴിയും. നീ പോകുന്ന സകലം ഉപഭുക്തനെ കൂട്ടി വരണം. ഇല്ലെങ്കിൽ ഈ കണികാഗ്രഹത്തിന്റെ ഏതെങ്കിലും ഇരുട്ടിൽ ശ്വാസപ്പെടലിനെ ഞാൻ മരിച്ചു പോകും.